നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. തർക്കം തുടരുന്നു. ഘടകകക്ഷികളുടെ അവകാശവാദങ്ങളിൽ കോൺഗ്രസ് സീറ്റ് ചർച്ച നീളുന്നു. JDUവുമായി ഇന്ന് നടന്ന ധാരണാ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ഒരു സീറ്റ് പോലും വച്ചുമാറാനാകില്ലെന്ന് കോൺഗ്രസ്. നിലപാട് കടുപ്പിച്ചതോടെ 7 സീറ്റുകളും എടുത്തുകൊള്ളാൻ കോൺഗ്രസിനോട് JDU. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ സുധീരനും ഉമ്മൻചാണ്ടിയും രമേശും തിങ്കളാഴ്ച ഡൽഹിക്ക് പോകാനിരിക്കെ 2 ദിവസത്തിനകം തർക്കങ്ങൾ പരിഹരിക്കാനാകുമെന്ന് പ്രതീക്ഷ. ഇന്ന് ചേരുന്ന KPCC തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകും. അതിനിടെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് പോരും രൂക്ഷമാകുന്ന കോൺഗ്രസിൽ ഹൈക്കമാൻഡ് ഇടപെടൽ അനിവാര്യമാകുന്നു. സീറ്റ് വിഭജന തർക്കങ്ങളും സർക്കാരിനെ വെട്ടിലാക്കുന്ന വിവാദങ്ങളും തിരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് UDFൽ പൊതുവികാരം. കൂട്ടക്കുഴപ്പത്തിന്റെ അങ്കലാപ്പിൽ. അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുന്നതിനിടെ തൃപ്പൂണിത്തുറയിൽ വീണ്ടും ആശയക്കുഴപ്പം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് CM ദിനേശ് മണി. നിലപാട് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. ദിനേശ് മണി പിന്മാറിയതോടെ DYFI സംസ്ഥാന സെക്രട്ടറി M സ്വരാജിനെ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നു. തർക്കമണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാദേശിക ഘടകങ്ങളുടെ എതിർപ്പുയരുന്നതിനിടെ പ്രതിഷേധ നീക്കങ്ങളിൽ അനുനയത്തിന് തീവ്രശ്രമം. തർക്കങ്ങൾ തുടരുമ്പോഴും മലമ്പുഴയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ട് VS അച്യുതാനന്ദൻ. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതോടെ പ്രശ്നങ്ങൾ അവസാനിക്കും. കേരളത്തിൽ ഇടതു തരംഗം ഉണ്ടാകുമെന്നും പ്രഖ്യാപനം. ജില്ലയിൽ നടക്കുന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്ന VS ജനപ്രതിനിധികളുമായും ചർച്ച നടത്തും. തെളിവ് തേടുന്ന അന്വേഷണം. പത്താൻകോട്ട് ഭീകരാക്രമണത്തിൽ വിശദാന്വേഷണത്തിനായി പാക് സംഘം നാളെ ഇന്ത്യയിൽ. 6 അംഗ അന്വേഷണ സംഘത്തിന് വിസ അനുവദിക്കാനുള്ള തീരുമാനം സുഷമ സ്വരാജും സർതാജ് അസീസുമായി നേപ്പാളിലെ പൊഖ്രയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ. പാകിസ്ഥാനിൽ നിന്നുള്ള അന്വേഷണ സംഘത്തിന് ഇന്ത്യ വിസ നൽകുന്നത് ഇത് ആദ്യം. ജനുവരി 2-ന് വ്യോമതാവളത്തിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ 7 സൈനികരും 6 ഭീകരരും കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിൽ ഭീകര സംഘടനയുടെ പങ്ക് തെളിയിക്കുന്ന രേഖകൾ ഇന്ത്യ കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ പാക് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ജനുവരി 11-ന്. പ്രതിഷേധത്തിന്റെ പുതിയ മുഖം. ഹൈദരാബാദ് സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നു. ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും വെള്ളവും നിഷേധിക്കപ്പെട്ട സംഭവത്തിൽ വിശദീകരണം തേടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും തെലങ്കാന മനുഷ്യാവകാശ കമ്മീഷനും. പ്രതിഷേധക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് പ്രതികരണം. സർവകലാശാലയിലെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ചോദ്യം ചെയ്ത് കേന്ദ്ര മാനവശേഷി മന്ത്രാലയത്തിനും തെലങ്കാന സർക്കാരിനും കമ്മീഷന്റെ നോട്ടീസ്. രോഹിത് വെമുലയുടെ മരണത്തിന് കാരണക്കാരനായ VC അപ്പാറാവുവിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിയുമായി യെച്ചൂരിയുടെ കൂടിക്കാഴ്ച. സമരത്തിനിടെ പോലീസ് മർദ്ദനമേറ്റ വിദ്യാർത്ഥി ഉദയഭാനുവിന്റെ നില അതീവ ഗുരുതരം. പ്രതിഷേധത്തിനിടെ അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന 27 വിദ്യാർത്ഥികളുടെയും 2 അധ്യാപകരുടെയും ജാമ്യാപേക്ഷ മിയാപൂർ കോടതി മറ്റന്നാൾ പരിഗണിക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2630 രൂപ, പവൻ 21,040 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.